I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream, you know what I mean. The summer air by the seaside, the way it fills our lungs, the fire burns. നയിച്ചതുപോലെ ഈ കുഞ്ഞുമക്കളെ ദൈവാനുഗ്രഹത്തിലൂടെ വളർത്തുവാനും വളരുവാനുമുള്ള ഭാഗ്യമാക്കുന്നു. എല്ലാ സുഹൃത്തുനിന്നും ആപത്തുനിന്നും അവിടങ്ങളിൽ നിന്നും ഈ കുഞ്ഞുമക്കളെ അങ്ങ് രക്ഷിക്കുന്നു. ഇന്നത്തെ ഈ നല്ല ദിവസം ഈ കുഞ്ഞുങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാനും ആ അനുഭവത്തിലൂടെ അവർ വളരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുവാനും ഇന്ന് സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരെയും എല്ലാം നിങ്ങൾക്ക് തോന്നി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. തിരുക്കുടുംബക്കാരെയും ഈ കുഞ്ഞുമക്കളെ മുക്കുന്നവരെയും മാതാപിതാക്കളെയും അങ്ങനെ തിരുപ്പതി സമർപ്പിക്കുന്നു. ആമേൻ. എൻ്റെ ആശ്രയവും സംഗീതവും അങ്ങനാണെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടമാരണിയിൽ നിന്നും വ്യക്തമായ സംഭാഷണത്തിൽ നിന്നും അവിടെ നിന്നെ രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറിച്ചുകൊള്ളും. ചെറുകടയിൽ അവിടെ നിന്നെ കാത്തുകൊള്ളും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരട്ടി മുഴങ്ങുന്ന വചനവും മധ്യാഹ്നത്തിനോട് കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട. 1000 നിന്റെ വലതുഭാഗത്ത് വീഴും, 10,000 നിന്റെ വലതുഭാഗത്തും, എങ്കിലും നീ അവരാരും നിന്നെ സ്പർശിക്കുകയില്ല. നീ അവയെല്ലാം കാണും. ദുഷ്ടനെ കിട്ടുന്ന പ്രതിഫലം ദർശിക്കും. എങ്കിലും നിന്റെ സങ്കേതം കർത്താവാകുന്നു. അത്തിന് നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു വരികയില്ല. കാതങ്ങൾ നിന്റെ ഉദാരത്തെ ഉപദ്രവിക്കില്ല. സർപ്പത്തെ അണ്ടേമേയും ചവിട്ടി മലക്കും. സിംഹത്തെയും പെരുമാവിനെയും ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ടും എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ടും ഞാൻ അവരെ രക്ഷിക്കും. എത്രയും നല്ല മാതാവേ, എൻ്റെ സങ്കേതത്തിനോട് എൻ്റെ സമൂഹത്തിൽ
ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ പ്രവേശക ഉദാശ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ 3 ഉദാശകൾ ഒന്നിച്ച് സ്വീകരിച്ചാണ് ഇപ്പോൾ വിശ്വാസത്തിലേക്ക് സഭയിൽ കടന്നു വരുന്നത്. മുതിർന്നവരൊക്കെ 3 സമയത്ത് സ്വീകരിച്ച ഉദാശകൾ ഇവര് ഇന്ന് ഒന്നിച്ച് സ്വീകരിക്കുകയാണ്. മാമോദീസായിലൂടെ ദൈവത്തിന്റെ മക്കളായി സഭയിൽ അംഗമാകുന്നു. തൈലാഭിഷേകത്തിലൂടെ നമ്മൾ നേരത്തെ സ്ഥൈര്യം എന്ന് പറഞ്ഞ ഉദാശി ഇപ്പോൾ പറയുന്നത് തൈലാഭിഷേകം എന്നാണ്. ആ ഉദാശിയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കടന്നു വരുന്നു. അതുപോലെ പരിശുദ്ധ കുർബാന ഇവർക്ക് നൽകുന്നു. രക്തമായി ഇപ്പോൾ അവർ ഈശോയെയും സ്വീകരിക്കുന്നു. അങ്ങനെ 3 ഉദാശകൾ ഒന്നിച്ച് സ്വീകരിച്ച് അവരുടെ പ്രവേശോപദാശകളിലൂടെ ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. നമുക്ക് 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിയയും തെരേസായും 2 മക്കളും ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവരെയും അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തീർത്ഥങ്ങളെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഈശോയുടെ ശ്രേഷ്ഠ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയോട് ചേർന്നാണ് ഉദാശകളെ നാം ചെയ്യപ്പെടുന്നത്. നമുക്ക് പരിശുദ്ധ കുർബാന ആരംഭിക്കാം.
സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആദി മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി യോഗ്യതയോടെ ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണം. പിതാവും പുത്രനും റൂഹായുമായി സർവീശ്വരായ നീക്കും. കാട്ടരവിജയങ്ങളാകുന്ന കടമാനെ പോലെ കർത്താവേ, ഞാൻ അങ്ങേയറ്റെടുക്കും. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നടക്കുന്ന കടമാനെ പോലെ കർത്താവേ, ഞാൻ അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോഴും അങ്ങയുടെ മുഖം ദർശിക്കാനാകും. രാവും പകലും ഞാൻ കണ്ണുനീർ കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേടനയിൽ ആനന്ദിക്കും. എന്റെ ആത്മാവേ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിന് മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകൻ ദൈവമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്തും ജർമ്മൂമിലും മീസാനിലും ഞാൻ അങ്ങയെ അനുസ്മരിച്ചു. കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും റൂഹായും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. ചിരകാലം ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ തുറന്നു. കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസരിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നല്ലോ. നിന്റെ കൃപയാൽ മാമോസ ജലത്തിലൂടെ പാപക്കരാൽ കഴുകി ഈ ശിശുപതി ജന്മം പ്രാപിക്കട്ടെ. എന്റെ മൗലികത്തിൽ അവയവമായി തീരുന്ന ഈ ദാസർ പ്രദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശരീരമുണ്ടാകട്ടെ. ഈ ദാനത്തെ പ്രതി ഇവരോട് ഞങ്ങൾക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇതിനുവേണ്ടി പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വംസിഹായ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും റൂഹായുടെയും നാമത്തിൽ തെരേസ മുദ്രിതയായിരിക്കുന്നു.
ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും റൂഹായുടെയും നാമത്തിൽ മരിയ മുദ്രിതയായിരിക്കുന്നു. ആമേൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര വിശിഷ്ടം നിൻ ഗീതം. ചിത്തവുമെന്നാവും ബോധമുറേവം പാടും. എന്നാൽ ഹൃദയാകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകും പിതാവും പുത്രനും റൂഹായുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സർവ്വാധികാരകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. താഴെ ശബ്ദം നിലപ്പരപ്പിൽ മുഴങ്ങുന്നു. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ സ്തുതി. താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനുമാകും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും, സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനാമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും റൂഹായുടെയും സ്തുതി. പരിപാവനനാം സർവ്വേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം
സ്വഭാവത്തിനൊത്തവരും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും റൂഹാദപ്രതിഷ്ഠായുമായ സർവേശ്വരായ നീക്കും ദൈവയുടെ ജീവദായകവും ദൈവികവും സഹോദരനെ പോലെ സ്നേഹാമില്ലാത്തിയ സ്വപ്നത്തിലേക്ക് കർത്താവേ ക്ഷമിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായുടെ വിശ്വാസം വരെ നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. എന്നാൽ മിശിഹായെ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയിൽ സ്വതന്ത്രനെന്നോ പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിലാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശങ്ങളുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. അനന്തരം ഈശോ യോഹന്നാന്റെ അടുത്തേക്ക് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാനും യോഹന്നാൻ ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കും. നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഈശോ മറുപടിയായി യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ സർവ്വതയും പൂർത്തിയാക്കുന്നത് ഉചിതമാണ്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞോട് ഈശോ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗ്ഗത്തിൽ സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ശിശുക്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാനിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന് മാതൃക കാണിച്ച കർത്താവേ, ദൈവത്തിലെ ജീവിക്കാനുള്ള ഉപകാരം ഈ ശിശുക്കൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നൽകുകയും സംസ്കരിക്കപ്പെടുകയും ബോധത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശ്രയകേന്ദ്രവും കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധമാരിലെ പാപ്പായും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി ഞങ്ങളുടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും ഒരാലയത്തിൽ രക്ഷാദിന സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കുദാശ ചരിത്രത്താൽ ഈ ശിശുക്കൾക്ക് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. സർവത്രികവും
നിങ്ങളുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ഞങ്ങളെ അങ്ങുമായി നിർമ്മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യോജിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും റൂഹായും പ്രതിഷ്ഠായുമായ സർവേശ്വരായ നീക്കും. മാമോദീസായുടെ തൈലാഭിഷേകത്തിന്റെ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഏറ്റുപറയാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടികളാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നോക്കുകയും നമ്മളെ രക്ഷിക്കുകയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി ിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാതിരിക്കുന്നു. പിതാവിൽ നിന്നുള്ള സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് നാഥനായ ദൈവത്തെ നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അത് ന്യായവും യുക്തവുമാകുന്നു. മാമോദീസായ്ക്കുള്ള തൈലം ധരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉപാധികളെ വന്ന ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസയുടെ പരിമളത്തിനായ ആരാധ്യമായ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ ഇടമായിരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പുത്രന്റെ ലക്ഷണമായ ഈശോമിശിഹായുടെ പൂർത്തീകരിക്കുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ ഗൗരവത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ പ്രിയവത്തും പ്രതിഷ്ഠാനിക്കും. സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാവനമായ മാമോദീസാകുവാൻ ഈ തൈലം വിശുദ്ധമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും
ഈശോയുടെ വസ്തുവിന് മനുഷ്യ ഹൃദയം നവീകരിക്കുന്നതുമായ ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആ വസ്തുവിൽ ജലസ്ഥാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലോ ആത്മാവിലോ പൗത്രീകരിക്കപ്പെട്ട് അങ്ങേ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നവരാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുമാനം ഈ ജലപിതാവിന്റെയും പുത്രന്റെയും ഗൃഹാരപുരുഷായുടെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഗൃഹാരപുരുഷായുടെയും നാമത്തിൽ തെരേസ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഗൃഹാരപുരുഷായുടെയും നാമത്തിൽ മരിയ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഗൃഹാരപുരുഷായുടെയും നാമത്തിൽ തെരേസ മാമോദീസ മുക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഗൃഹാരപുരുഷായുടെയും നാമത്തിൽ മരിയ മാമോദീസ മുക്കപ്പെടുന്നു. വെള്ള വസ്ത്രം നൽകുന്നു. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നൽകുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ മക്കളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയിൽ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ ആശ്രയിക്കുവാനും ഈ ദാസർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസ്വഭാവം അനുഭവിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും ഗൃഹാരപുരുഷായും വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. സ്വർഗവാ
ശക്തിപ്പെടുത്താൻ അനന്തകാലത്ത് നന്ദി പറയുന്നു. ശ്രീധന്മാരെ ദുർഗാമിലെ കൈപ്പഴി റുഹാദുഷയുടെ ദാനം എന്ന സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഈ ദിവ്യദാനം നമ്മുടെ ദാസർക്ക് നൽകുന്നവനായി നീ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും റുഹാദുഷായുമായ സർവേശ്വരായ നീക്കും അയ്യപ്പ പ്രാർത്ഥനയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഈ മക്കൾക്ക് പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ നിമിഷത്തിൽ എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയ്യപ്പ പ്രാർത്ഥന. മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവത്തിൽ അവകാശത്തിൽ പിതാവായ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആവാപിതാവെന്ന് വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ മക്കൾക്ക് നൽകണമേ. കയ്യൊപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്ത ദാസരമായി ജീവിക്കുവാൻ ഈ മക്കളെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയവും നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിരന്തരമായി ജീവൻ നയിക്കുവാൻ ഈ മക്കൾക്കിടയാകട്ടെ. ഞാൻ അംഗീകരിക്കുമങ്ങളുടെ കുറിച്ചായിരിക്കും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോൾ എപ്പോഴും എന്നേക്കും. അഭിഷേകം. മാമോദീസ സ്വീകരിച്ച തെരേസ പിതാവിന്റെയും പുത്രന്റെയും റുഹാദുഷായുടെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച മരിയ പിതാവിന്റെയും പുത്രന്റെയും റുഹാദുഷായുടെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജീവദായകമായ അടയാളം ധരിച്ചിരിക്കുന്ന നീല കവചവും ശത്രുവിനുള്ള ഉപദ്രവവും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. പ്രസരിപ്പിക്കാൻ കഴിയാവുകയും ചെയ്യട്ടെ. കാരണം മുടിയണിയിക്കുന്നു. ആത്മീയാദത്തിന്റെ നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി തെരേസ പിതാവിന്റെയും പുത്രന്റെയും റുഹാദുഷായുടെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആത്മീയാദത്തിന്റെ നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി മരിയ പിതാവിന്റെയും പുത്രന്റെയും റുഹാദുഷായുടെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. വഴി ദൈവപുത്രരായി തീർന്ന ഈ ശിശുക്കളോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടപ്പാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും മാപ്പുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
Wow.
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആദി മുതൽ എന്നേക്കും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. മാമോദീസായിലൂടെ അവകാശികളായിത്തീരുന്നതുവരെ ആപത്തിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകിയോട് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ ദീർഘമടപ്പുകൊണ്ട് എല്ലാവരെയും ദൈവം സുഖമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്കും. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. ദൈവരാജ്യം അവരുടേതാണല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ പ്രത്യേക സമ്മാനമാണെന്നും അവരുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുമെന്നാണ്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് ദൈവദാനങ്ങളുടെ ജീവിതത്തിലെ ഒരു മനോഹരമായ ആത്മീയ തുടക്കത്തിന് സാക്ഷികളാകാനാണ്. A very warm good afternoon to one and all present here. Let's invite our stars of the day, Nora Teresa Joseph and Naomi Maria Tijo and their family members onto the stage. ഇന്ന് മാമോദീസ സ്വീകരിച്ച ദൈവത്തിന്റെ കുഞ്ഞായി നമ്മുടെ ആദ്യത്തെ പ്രിയപ്പെട്ട കുഞ്ഞാണ് നോറ തെരേസ ജോസഫ്. അതുപോലെ തന്നെ we have with us Nora's grandparents as well as godparents Mani Jose and Tracy Mani. I would also like to call upon our dearest Naomi Maria Tijo, and we have with us Naomi's parents Tijo Thomas John and C. Thomas. Also Naomi's godparents Tino Joseph John, Judy Mariam David. ഇതോടൊപ്പം ഈ കുടുംബത്തിന്റെ അനുഗ്രഹമായിരുന്ന പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ് അന്നമ്മ തോമസ്, തോമസ് ദേവിസ്യ, കെ ടി ജോൺ, മേഴ്സി ജോൺ. അതോടൊപ്പം ബാക്കി കുടുംബാംഗങ്ങളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold